ഊഞ്ഞാൽ ബീച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് കൗതുകമൊക്കെ തോന്നുന്നില്ലേ? തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കൂളിമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ബീച്ച്. ഞങ്ങൾ ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പെരുന്നാൾ വന്നാലും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും വീട്ടിലൊരു കല്യാണം ഉണ്ടായാലും അതല്ല ഇനി പ്രണയ നൈരാശ്യം ആയിക്കോട്ടെ, സങ്കടങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാത്തിനുള്ള സൊല്യൂഷൻ സന്തോഷങ്ങൾ കൂട്ടാനും സങ്കടങ്ങൾ ഇല്ലാതാക്കാനും വന്നിരിക്കാവുന്ന സ്ഥലം എന്ന് പറയുന്നത് ബീച്ചാണ്. ഈ ഒരു ബീച്ചിന് പക്ഷേ ഒരു മാജിക്കൽ പവർ ഉണ്ട്. 60 വയസ്സുള്ള ഒരാളെ പോലും 6 വയസ്സുകാരനാക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ പവർ. ഇങ്ങനെ ഊഞ്ഞാലാടിയിരിക്കുമ്പോൾ ഏത് പ്രായമായ ആൾക്കാർക്കും അവരുടെ കുട്ടിക്കാലം ഓർമ്മ വരില്ലേ? ഒരു കടൽക്കരയുടെ ഒരു കുഞ്ഞ് സൈഡിൽ നിറയെ ഊഞ്ഞാലുകൾ, അതേത് പ്രായത്തിലുള്ളവർക്ക് ഇരിക്കാവുന്ന പാകത്തിനുള്ള ഊഞ്ഞാലുകൾ. കുഞ്ഞു മക്കൾക്കായിട്ട് അധികം ഹൈറ്റ് ഇല്ലാത്ത ഊഞ്ഞാലുകളുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലായിടത്തേക്ക് നോക്കുമ്പോഴും ഒരു ഫോട്ടോസ്ക്യൂ സ്പേസ് ഉണ്ടായിരിക്കും. റൂഹീനെ കണ്ടോ? 2 വയസ്സായിട്ടില്ല, അവളിരുന്ന് ഊഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? അതേപോലെ തന്നെയാണ് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾ. ഇവൻ 8 വയസ്സുള്ളവനാ, ഇവനാടുത്ത് കണ്ടില്ലേ? എല്ലാവരുടെയും ഫീലിങ്സ് എല്ലാം സെയിമാണ്. പിന്നെ ഏത് ബീച്ചിൽ പോയാലും ഏതെങ്കിലുമൊക്കെ കലാകാരന്മാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ? ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഏത് തരം മൂഡിലാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ കൂടിയും, ഇനിയിപ്പോൾ സ്ട്രെസ് ഉണ്ട്, എന്തെങ്കിലും ടെൻഷൻ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കടലും നോക്കി ഊഞ്ഞാലാടി ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല, അതാണ് പ്രശ്നം. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്ന ഈ സേവ് ദ ഡേറ്റ്, ബ്രൈഡ് ടു ബി, ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട്സിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടത്. കൊടുങ്ങല്ലൂർക്കാർ പൊതുവേ ഏറ്റവും കൂടുതൽ പോകുന്ന ബീച്ച് അഴീക്കോട് മുനക്ക ബീച്ചാണ്. അവിടെ എന്ന് വെച്ചാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബീച്ചാണ്. പിന്നെ അഴിമുഖമാണ്, അത് വേറൊരു ഭംഗിയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി എന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു റിലാക്സേഷൻ മൂഡാണ്. പിന്നെ ഇവിടെ കുറേ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പിലിട്ടത്, പിന്നെ പാനിപ്പൂരി, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഉപ്പിലിട്ടത് വാങ്ങിക്കാതെ ബീച്ചിൽ വന്ന് പോകാമെന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. ഈ ജാതിക്ക് ഉപ്പിലിട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മാങ്ങ ഉപ്പിലിട്ട് കഴിച്ചു, അതും നല്ലതായിരുന്നു. നല്ല ഇങ്ങനെ പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി മാങ്ങയായിരുന്നു. ഇതുവരെ ഈ ബീച്ചിൽ പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് പോയി നോക്കണേ.